ഇവന്മാരുടെ ഒച്ചപ്പാട് കേട്ടിട്ടോ ഞാൻ എണീക്കുന്നത്. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലെത്തിയ ദിവസമാണ്. ഇവർ അടുത്ത വീട്ടിലത്തെ ചേച്ചിനോട് ഇന്ന് സംസാരിക്കുകയാണ് കേട്ടോ. ഇവന്മാരൊക്കെ എപ്പോഴോ എണീറ്റിട്ട് അമ്മേൻ്റെ കൂടെ ഒരു ചായക്കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ നടക്കുന്നത്. ഞാൻ നേരെ എണീറ്റ് അടുക്കളയ്ക്കൊന്ന് പോയി നോക്കിയപ്പോൾ അമ്മ അവിടെ അടുക്കളയിൽ യുദ്ധത്തിലാണ്. ഇഡ്ഡലിയും ചട്നിയും ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അമ്മയ്ക്കും പോകാനുണ്ട്. അമ്മമ്മയും പേരക്കുട്ടികളും അവിടെ സംസാരിച്ച് നിൽക്കുക കേട്ടോ. ഞാൻ ആ സമയം കൊണ്ട് ഉമ്മറത്തേക്കൊന്ന് പോയി. സത്യം പറയുകയാണെങ്കിൽ വീട്ടിലുണ്ടാകുമ്പോൾ തന്നെ ഉള്ളൊരു സ്വഭാവമാണ് രാവിലെ എണീറ്റ ഉമ്മറത്ത് പോയിട്ട് വെറുതെ അന്തം വിട്ടിരിക്കല്. എന്തിനാന്ന് വെച്ചാൽ എനിക്കും അറിയില്ല, ആർക്കും അറിയില്ല. പക്ഷെ കുറേ നേരം അവിടെ ഇരിക്കും കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ട് മുൻപിൽ തന്നെ ഗ്യാസ് ഗോഡൗൺ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഭയങ്കര സൗണ്ട് ആവും. ഗ്യാസ് അങ്ങോട്ട് എടുത്തിടുന്നതും അതിൻ്റെയൊക്കെ ഭയങ്കര സൗണ്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. അത് മാത്രമല്ല തൊട്ടടുത്ത് റോഡും കൂടെ ആയതുകൊണ്ട് പിന്നെ വണ്ടികൾ MES സ്കൂൾക്കുള്ള റോഡാണ്. അപ്പോൾ അതിൻ്റെ വണ്ടികളുടെ പോകുന്ന സൗണ്ടൊക്കെ കൂടെ ആയിട്ട് രാവിലെ ഒരു ബഹള കോലാഹലമയമായിരിക്കും. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നതിന് ശേഷം ഞാൻ അകത്തേക്ക് കയറിയിട്ടോ. അപ്പോഴാണ് മക്കൾ പാലും കുപ്പിയായിട്ട് വരുന്നത്. ഒരാൾ പാലും കുപ്പി എടുത്തതും അടുത്താൾ തല്ല് തുടങ്ങി. എനിക്ക് വേണമെന്നിട്ട് തല്ലോട് തല്ലായി. അങ്ങനെ അവരെ അടിയിടിയൊക്കെ ഒന്ന് ഒതുക്കിയതിൻ്റെ ശേഷം രണ്ടാളെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടി പോയി. സത്യത്തിൽ ഞാനിവിടെ ഒറ്റയ്ക്ക് ഉണ്ടാകുന്ന സമയങ്ങളിൽ അധികം ഞാൻ ഉമ്മർത്തിരുന്നിട്ട് അട്ട കൊടുക്കുക. അതാകുമ്പോൾ നമ്മൾ ഫോണും TV ഒന്നും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഉമ്മർത്തിരുന്നാൽ നല്ല ലൈവ് ഷോകൾ കാണാം. വേറൊന്നുമില്ല, വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ റോഡായതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടികൾ പോകുന്നതും പിന്നെ നമ്മളെ നാട്ടുകാരെ കണ്ടിട്ടും അവരോട് സംസാരിച്ചിട്ടും അങ്ങനെ ആയിട്ട് ഒരുപാട് കുട്ടികളൊക്കെ വീട്ടിലേക്ക് വരും. അങ്ങനെയൊക്കെ ആയിട്ട് സമയം പോവും. അവരുടെ വയറും